ഈ ആണുങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു ലൈംഗികമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആണ്. നമ്മൾ ഈ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. കുറച്ചുകൂടി ലൈംഗിക ബന്ധം ഏർപ്പെടുമ്പോൾ സമയം കൂട്ടാൻ ആണുങ്ങൾക്ക് വേണ്ടി ഈ ക്യാപ്സ്യൂൾ എടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളടക്കം നമ്മൾ കാണാറുണ്ട്. അപ്പൊ എന്താണ് ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ? ഇത് ആരിലാണ് കൂടുതലായിട്ട് വരുന്നത്? ചെറുപ്പക്കാരിലാണോ അതോ ഏജ് കൂടിയിട്ടുള്ള ആണുങ്ങളിലാണോ വരുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ കോമൺ ആയിട്ടൊരു സെക്ഷൽ ഡിസ്ഫങ്ഷനാണ്. ഈ പറഞ്ഞ രീതിയിൽ പരസ്യം കണ്ട് അതിലൊന്നും സാധാരണ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ മാറാറുമില്ല കേട്ടോ. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ രണ്ട് പേരിലും കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഫിസിക്കലായിട്ട് ഇത് റിയൽ പ്രോബ്ലം ഏജിൽ ഉള്ള ആളുകൾക്കാണ് കാണുന്നത്. ചെറുപ്പക്കാരിൽ അധികവും കാണുന്നത് സൈക്കോളജിക്കലായ പ്രോബ്ലങ്ങളാണ്. അതായത് പെർഫോമൻസ് ആങ്സൈറ്റി, ഫിയർ, ഈ കുറ്റബോധം, ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ഇറക്ഷൻ പ്രോബ്ലംസ് ആണ് അവരിൽ ഉണ്ടാകുന്ന പ്രോബ്ലം. മറ്റവരിൽ അങ്ങനെയല്ല. മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവും, സർക്കുലേഷൻ്റെ പ്രോബ്ലം ഉണ്ടാവും, ബ്ലഡ് ഫ്ലോയുടെ കുറവുണ്ടാവും, ക്രോണിക് ഡിസീസായ ഡയബറ്റീസ് പോലത്തെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് കുറേ നാളായിട്ടുണ്ടാവാം, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ പ്രോബ്ലം കൊണ്ട് എൻലാർജ്മെൻ്റ് ഉണ്ടാവാം, ചില സർട്ടൺ മെഡിക്കൽ കണ്ടീഷനും അതേപോലെ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ഇതിന് കാരണമായിട്ടുണ്ടാവും, ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് ഒക്കെ. കാരണം നമുക്കൊരു സർക്കുലേഷൻ പ്രോബ്ലം വരുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമല്ല, ബോഡിയിൽ ഫുൾ സർക്കുലേഷൻ പ്രോബ്ലം ഉണ്ടാകുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരിലും പ്രായമുള്ളവരിലും കാണുന്നതിൻ്റെ റൂട്ട് കോസ് ഡിഫറെൻ്റ് ആയിരിക്കും. പ്രായമുള്ളവരിൽ കാണുന്ന കോസ് ആയിരിക്കില്ല ചെറുപ്പക്കാരിൽ കാണുന്നത്. ചിലർക്ക് കോംബോ രണ്ടും ഉണ്ടാവും. ആങ്സൈറ്റിയും റിലേറ്റഡ് സൈക്കോളജിക്കലും ഉണ്ടാവും, ഫിസിക്കലും ഉണ്ടാവും.